ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള കിളികളെ സൗണ്ടും അതേപോലെ തന്നെ പൂക്കളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന ഈ പൂക്കളുടെ മുകളിലും ഇലകളുടെ മുകളിലൊക്കെ സൺലൈറ്റ് വരുമ്പോൾ പ്രത്യേക ഭംഗിയാട്ടോ. പിന്നെ അച്ചമ്മ പതിവ് പോലെ തന്നെ കുളിച്ചവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് TV ഒക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ഹെയർ കെയർ ആയാലോ ഒന്ന്. ട്രാവലൊക്കെ ചെയ്ത് വന്നതല്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിരുന്നു കേട്ടോ ഹെയർ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് കുളിക്കാമെന്ന് കരുതി അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് ഈ ഷാമ്പു കണ്ടീഷണർ ഇട്ട് അത് കഴുകി കളയണം. ആ നേരം കൊണ്ട് ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് നല്ലൊരു ഷെയ്ഡ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവസാനം പഴയ ഷെയ്ഡിൽ തന്നെ എത്തിച്ചേർന്നു ഗൈസ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് കുളിച്ചൊക്കെ വന്ന് വലുതായിട്ടൊന്നും സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ലിപ് ബാമും മാത്രം ഇട്ട് കൊടുത്തു. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് തന്നെ കയ്യിലുള്ള സ്നാക്സൊക്കെ കിട്ടിയതെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ഉണ്ട് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ എന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഉച്ചയായി ഫുഡ് കഴിക്കാമെന്ന് കരുതി നല്ല ചോറും സാമ്പാറും മീൻ പൊരിച്ചതും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വന്ന് ഇതൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്, കാരണം അത്ര പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സെറ്റാക്കിയൊക്കെ ഒന്ന് അറേഞ്ച് ആക്കി വെക്കാമെന്ന്. കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റും മേക്കപ്പ് പ്രൊഡക്ട്സ് ആട്ടോ ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നല്ല സന്തോഷം കേട്ടോ. കാരണം നമുക്കൊരു ഉള്ളിലൊരു പ്രൊഡക്റ്റീവ് ഫീൽ ഉണ്ടാവില്ല, അതേപോലെ ഉണ്ടായി. അപ്പം ഈ വീഡിയോ എഡിറ്റ് ആക്കുമ്പോൾ ഇത് സ്പീഡിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്പീഡിലായിരിക്കും കാണാം, പക്ഷേ ഇത് കുറച്ച് സമയത്തിൻ്റെ പരിശ്രമത്തിനൊടുവിലായിട്ടൊന്ന് സെറ്റായത്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ എങ്ങനെയുണ്ട്, സംഭവം സെറ്റായിട്ടില്ലേ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഫൈനൽ റിസൾട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചൊരു മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് കഴിക്കൽ മാത്രമേ ഉള്ളൂ എന്ന്? അല്ല ഗൈസ്, അതറിയില്ല, വീട്ടിലെത്തുമ്പോൾ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി ഇങ്ങനെ കഴിക്കാനുള്ളൊരു ത്വര വരും. ഹോസ്റ്റലിൽ ഇങ്ങനെ കിട്ടൂലല്ലോ, വീട്ടിലെത്തുമ്പോഴല്ലേ ഇതൊക്കെ ഒന്ന് നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ മാഗി ഇങ്ങനെ ഉള്ളിലൊക്കെ വഴറ്റിയിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല, വീഡിയോ എടുക്കണുണ്ടോയെന്ന് അറിയില്ല, അത്ര ഇന്ന് ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, കഴിച്ചു. കാരണം നമ്മളുണ്ടാക്കിയത് എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വ്ളോഗ് നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട.